ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. എനിക്ക് മേളിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മേളിലോട്ട് കയറി വന്ന് ഇത് നല്ല രീതിക്ക് എൻ്റെ ഈ ടെറസ് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പയറിങ്ങനെ വെച്ചിട്ട് വിത്തി നിറച്ച് മുഞ്ഞ വരുന്നു, അതിന് എന്തെങ്കിലും മരുന്നടിക്കണം. അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഞാനത് കലക്കുന്നതും അതടിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു 4-5 മാസമെങ്കിലും ആയിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ട്. അപ്പം ആ മരുന്ന് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ അസുഖം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. എനിക്ക് പൊതുവേ ശ്വാസം മുട്ടലുള്ള ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും അങ്ങനെ ശ്വാസം മുട്ടലില്ല. എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് യൂണിറ്റാണ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും പൊടിയുടെ അലർജി എനിക്ക് നന്നായിട്ടുണ്ട്. എപ്പോഴും എനിക്ക് തുമ്മലും ജലദോഷവും വിട്ടുമാറാത്ത തുമ്മലും ജലദോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് കൊണ്ടും അത് പൊടിയുടെ അലർജി എന്നറിയാവുന്നത് കൊണ്ടും അതിന് വേണ്ട കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടലിന് അങ്ങനെ വലിയ രീതിക്കുള്ള മരുന്നൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അസ്താലിൻ്റെ ഒരു ഇൻഹെയിലറാണ് എനിക്കുള്ളത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാനത് ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കൃഷി മേളിൽ തുടങ്ങിയതും. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെയ്യുന്നതിന്. പക്ഷേ ഞാൻ ആ ഒരു പയറിനുള്ള ആ മുഞ്ഞയുടെ മരുന്ന് അപ്പം ഞാനത് അടിക്കാൻ നേരത്ത് ഞാൻ ആ മാസ്ക് പയ്യെ വെച്ചു. ആദ്യത്തേതിൽ മാസ്ക് വെച്ചില്ല, മാസ്ക് വെക്കാതെയാണ് ഞാൻ അടിച്ചത്. അടിച്ചു കഴിഞ്ഞ് ഇതടിച്ചൊരു 10 മിനിറ്റ് കഴിയണതിന് മുന്നേ എനിക്ക് എന്തോ ഈ തൊണ്ടയുടെ ഇവിടെയൊക്കെ ഇരുന്ന് ചൊറിയുന്നു, ഉള്ളിൽ അകത്തെന്തോ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, ഇങ്ങനെ ഉള്ളിൽ നമുക്ക് മുട്ട ഉള്ളവർക്കറിയാം, നമുക്കൊരു ചൊറിച്ചിൽ ഉണ്ടാവും ഉള്ളിൽ, ശ്വാസം മുട്ടൽ കൂടുമ്പോഴത്തേക്കും. ഇതെനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് സംഭവം. അപ്പോഴേ തന്നെ എനിക്ക് ഏകദേശം ഒരു ഊഹം കിട്ടി, ഈ മരുന്ന് കൊണ്ടാണോ. അപ്പം എനിക്ക് മരുന്നിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് ഇത് തോന്നിയില്ല. ഞാൻ ശ്വാസം മുട്ടലാണ് പോയി ഞാൻ ഉടനെ തന്നെ മരുന്ന് വലിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. പിറ്റേ ദിവസങ്ങൾ നമ്മളെ കാര്യങ്ങളെല്ലാം പതിവ് പോലെ വരുന്നു. വീണ്ടും ഞാൻ ഈ മരുന്നെടുക്കും, അടിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞ് 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ മരുന്നിൻ്റെ ആ സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനന്ന് ഉപയോഗിച്ചതേ ആ മരുന്ന് ഇതാണ് കേട്ടോ. ഞാനന്ന് നിങ്ങളെ കാണിക്കുകയെല്ലാം ചെയ്തു. ഒരു നീംബിസൈഡ് എന്ന് പറഞ്ഞൊരു മരുന്നാണ്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് ജൈവമെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ജൈവമാണെന്ന്, എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തിട്ട് നല്ല വെള്ള കളറിൽ പാല് പോലെയാണ് എനിക്ക് വന്നതും. പിന്നെ ഒരു ജൈവ കീടനാശിനിയുടെ ഒരു സ്മെല്ല് പോലും എനിക്ക് തോന്നിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി ഇനി കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ലാബിൽ പരിശോധിക്കണമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുക. എന്ന് വെച്ചാൽ അത് ഒരു നോർമൽ സാധാ അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇങ്ങനെ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ആധികാരികമായിട്ട് പറയാനും അറിയില്ല കേട്ടോ. അപ്പം ഈ മരുന്നിൽ നിന്നാണ് എനിക്ക് ഈ ശ്വാസം മുട്ടൽ സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്കിത് തോന്നിക്കഴിഞ്ഞ് പിന്നെ ഞാനൊരു 5-8 വട്ടമെങ്കിലും ഇത് അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ച് ഇങ്ങനെ നമ്മുടെ സോപ്പും വിനാഗിരിയും ഒക്കെ കൂടി ചേർത്തടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് അത് പോയി. പക്ഷേ എനിക്ക് അവത്തിന്ന് ഈ ശ്വാസം മുട്ടൽ അങ്ങ് തുടങ്ങിയിട്ട് എനിക്കിത് വിട്ടു മാറുന്നില്ല. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് തുടങ്ങുന്നത് കൊറോണയോടനുബന്ധിച്ച്, കൊറോണ ആ ഒരു ഇത് വന്നു കഴിഞ്ഞതിൽ പിന്നെയാണ് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും, എന്നെപ്പോലെ തന്നെയല്ല എല്ലാവർക്കും തന്നെ ഈ ശ്വാസം മുട്ടൽ ഇപ്പോൾ പറയുന്നുണ്ട്. നമുക്ക് ചുമ, നമുക്ക് പെട്ടെന്നൊരു ഇതൊക്കെ ഈ കൊറോണയോടെ സംബന്ധിച്ചാണ് വരുന്നത്. ഞാൻ ഈ കൃഷി ചെയ്യുന്നവരോടായിട്ടൊരു കാര്യം പറയാം. നമ്മൾ എന്തൊരു സാധനം ഉപയോഗിച്ചാലും, നമ്മൾ ഇപ്പോൾ വീട്ടമ്മമാരാണ്, ടെറസ് കൃഷി നല്ല വ്യാപകമായ രീതിക്ക് ടെറസ് കൃഷി അല്ലെങ്കിൽ താഴത്തെ കൃഷികൾ അങ്ങനെ എല്ലായിടത്തും തന്നെ ഇപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന രീതിക്ക് എല്ലാ ഭാഗങ്ങളിലും വീടുകളിലും പച്ചക്കറി നന്നായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ജൈവ കീടനാശിനി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും മാസ്ക് വെച്ച് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. എനിക്ക് എൻ്റെ ആ ഒരു പയറിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് 5-6 മാസമെങ്കിലും ആയിട്ടുണ്ട്. ആ ഒരു സമയം മുതൽ ഞാനിങ്ങോട്ട്
എന്നും എനിക്ക് ഈ ഒരു പ്രശ്നം ചുമ ശ്വാസം മുട്ടൽ എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങി. ഈ ശ്വാസം മുട്ടലാണ് എന്നെപ്പോഴും പറയുമ്പോൾ ആൾക്കാർ ഓർക്കുകയില്ല ഇതിന് തന്നെ ശ്വാസം മുട്ടൽ മാറുന്നില്ല. അതോ ചുമക്കുമ്പോഴോ നമുക്ക് എന്തോ വല്ലാത്തൊരു ചുമ, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ ഓടുന്ന പോലത്തെ ഒരു ചുമയാണ്. അപ്പം ഞാനിപ്പം മരുന്ന് കഴിച്ച് ഏകദേശം എനിക്ക് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് വന്നത് ഈ ഒരു മരുന്നടിച്ച് അതിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു പ്രശ്നമാണ് എനിക്ക് ഈ ശ്വാസം മുട്ടൽ ഇങ്ങനെ ആയത്. അപ്പം നിങ്ങളും കൃഷിയെന്നല്ല എന്തൊരു കാര്യം ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വന്നു പോയെങ്കിൽ അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ദേഹത്ത് തന്നിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ സേഫ്റ്റി നോക്കിയേ ചെയ്യാവുള്ളൂ. മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നേരത്തെ ഇഷ്ടംപോലെ കാപ്പി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് പാലയുണ്ട്, പിന്നെ എടനയെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വഴനയിലെന്ന് പറയും. എടന അപ്പം ഈ അട ഉണ്ടാക്കുന്ന ഒരിലയില്ലേ, അതുണ്ടാക്കുന്ന ചെടി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അലർജി ഉള്ള ഒരാളാണ്. എനിക്ക് ചില സ്മെല്ലൊന്നും പറ്റുന്ന ഒരാളല്ല. ഈ കാപ്പി പൂത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ നാട് വിടും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ കാപ്പി പൂത്തോ എനിക്ക് ജലദോഷം വിട്ട് മാറില്ല. അതിൻ്റെ സ്മെല്ലങ്ങ് അടിക്കുമ്പോൾ തുമ്മൽ എനിക്ക് തുടങ്ങും. അതെൻ്റെ ചെറുപ്പം എൻ്റെ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഈ വീട്ടിൽ കാപ്പി ഉള്ളതാണ്. എൻ്റെ ഈ ജലദോഷം കാരണം ഈ വീട്ടിലെ കാപ്പി ഒറ്റ എണ്ണയില്ലാതെ വെട്ടിക്കളഞ്ഞു. ഒരു വർഷം നമുക്ക് എങ്ങനെ പോയാലും ഒരു 50 കിലോ കാപ്പിക്കുരു കിട്ടുന്നൊരു വീടായിരുന്നു. അത് ഒരു കാപ്പി പോലും ഇല്ലാതെ നമ്മളത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഒരു പാലയുണ്ടായിരുന്നു. പാല പൂത്ത് കഴിഞ്ഞാൽ എനിക്കിത് പറ്റില്ല, ജലദോഷമാണ്. തുമ്മി ഞാൻ മടുക്കും. അപ്പം തന്നെ അറിയാമല്ലോ അത്രയ്ക്ക് അലർജി ഉള്ള ഒരാളാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് അലർജി ഉണ്ട്, നല്ല രീതിക്ക് അലർജി ഉണ്ട്. എൻ്റെ ഈ ജോലിയോട് സംബന്ധിച്ചാണ് എനിക്ക് അലർജി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു വഴനമരമുണ്ട്, അതും പൂക്കുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ല് വരും. ഞാൻ ഈ തെക്ക് ഭാഗം മുറ്റത്തോട്ടേ വരില്ല. കാര്യം എന്നാന്ന് പറയുക, ആ മരം എനിക്ക് വെട്ടിക്കളഞ്ഞില്ല എങ്കിൽ എനിക്ക് തുമ്മലായിരിക്കും ഇത് പൂക്കുന്ന സമയം. അപ്പോൾ നമ്മളെല്ലാം ഇത്ര ശ്രദ്ധിച്ച് ഞാൻ നോക്കിയോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധത്തിലാണ് ഈ പയറിനെ മരുന്നടിച്ചതും. എന്തോ ഒരു നമുക്ക് എന്തൊക്കെയോ വരാനിരുന്ന സമയത്ത് ഞാൻ ചെയ്തു. എനിക്കിപ്പോൾ 5-6 മാസമായിട്ട് ഞാൻ ഈ ശ്വാസം മുട്ടലും കൊണ്ട് നടക്കുകയാണ്. കൃഷി മുഴുവൻ ഞാൻ കളഞ്ഞു ചെയ്യാതെ. എങ്കിലും ഞാൻ ഓർത്ത് എനിക്ക് വന്നത് മറ്റൊരാളെ നിങ്ങളെ അറിയിക്കണമെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്ത് ചെയ്താലും അതിൻ്റേതായ സേഫ്റ്റി നോക്കിയേ കൃഷിയിൽ ചെയ്യാവുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളെ പറയാനായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നത്. അപ്പം നിങ്ങൾക്കിത് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ അതേ കുറച്ച് കോവക്കയും അതും ഇതൊക്കെ നമുക്ക് മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം പോയെങ്കിൽ തന്നെ അതും ഇതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നും കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാം വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ അസുഖം വന്നതെന്നും കൂടി നിങ്ങളോട് പറയാമല്ലോ. അതൊക്കെയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.